എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. നമ്മുടെ കഥയിലെ നായകന്റെ പേര് കിഷോർ. 33 വയസ്സുണ്ട്. സഹകരണ ബാങ്കിൽ ക്ലർക്കായി ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 കൊല്ലമായി. അവർക്കൊരു മകനുണ്ട്, ജിത്തു. അവനിപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. കിഷോറിന്റെ ഭാര്യ മിനി ഒരു പേരുകേട്ട IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മിനി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിഷോറിനും അവരുടെ സീമന്തപുത്രൻ ജിത്തുവിനും വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിലുള്ള തത്രപ്പാടിലാണ് അടുക്കളയില്. ഒരാൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ചോറ് ഇലയിൽ പൊതിഞ്ഞും മറ്റേയാൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സ് ടിഫിൻ ബോക്സിലാക്കിയും അവൾ ദിവസേന ചെയ്യുന്നത് പോലെ എല്ലാം വേഗം റെഡിയാക്കി. കിഷോർ കുളിച്ച് ഫ്രഷായി എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ തന്റെ ഷർട്ടും പാൻസും എടുത്തണിഞ്ഞ് ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അവരുടെ പുത്രൻ ജിത്തുമോനും കുളിച്ച് റെഡിയായി സ്കൂൾ യൂണിഫോം ഇട്ട് ടൈയൊക്കെ കെട്ടി ഒരുങ്ങി നിൽപ്പുണ്ട്. രണ്ടുപേരും കൂടി അടുക്കളയിൽ എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ട് അവരെ കാത്തിരിക്കുന്ന മിനിയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, ചോറെടുത്ത് വെച്ചോ? എന്റെ ബസ് വരാറായി, ജിത്തുമോൻ ചോദിച്ചു. ജിത്തുമോനെ, അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോന്റെ ബാഗിങ് എടുക്ക്, അമ്മ ടിഫിൻ ബോക്സ് വെച്ച് തരാം. അങ്ങനെ ഭർത്താവിന്റെയും മോന്റെയും കാര്യങ്ങൾ റെഡിയാക്കി അവരെ പറഞ്ഞു വിട്ട ശേഷം മിനി തന്റെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അവൾക്ക് 10:30 ആകുമ്പോഴത്തേക്കും ഓഫീസിൽ എത്തിയാൽ മതി. അതാണ് കിഷോറിനൊപ്പം നേരത്തെ റെഡിയായി പോകാഞ്ഞത്. അതുമല്ല, അവൾക്ക് അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിലാണ് എന്നും ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ അവൾ മുറിയിൽ കയറി വേഗം കുളിച്ച് റെഡിയായി. പതിവായി ധരിക്കുന്ന രീതിയിൽ തന്റെ സാരിയും ബ്ലൗസുമെല്ലാം എടുത്തണിഞ്ഞ് വേഗം വീടും പൂട്ടി ഒരു ടാക്സി വിളിച്ച് തന്റെ ഓഫീസിലേക്ക് തിരിച്ചു. വൈകിട്ട് 3 മണിയായി. ഹലോ കിഷോറേട്ടാ, മിനി ആയിരുന്നു ഫോണിൽ. കിഷോർ ആ സമയം തന്റെ ബാങ്കിലായിരുന്നു. ഹലോ മിനി, എന്തു പറ്റി? നീ കരയുകയാണോ? കിഷോർ ആശങ്കയോടെ തന്റെ പ്രിയ പത്നിയോട് ചോദിച്ചു. അത് കിഷോറേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൾ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ പിരിച്ചുവിട്ടു ഓഫീസിൽ നിന്ന്. അവർ ഇപ്പോൾ വിവരം അറിയിച്ചതേയുള്ളൂ എന്നോട്, ഒരു നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെ. കിഷോർ ചോദിച്ചു, എന്താ കാരണമെന്ന് അവർ പറഞ്ഞോ? അവരുടെ പുതിയ പ്രൊജക്ടിന് ചില ബഡ്ജറ്റ് കട്ട്സ് ഉണ്ടെന്നാ അവർ പറഞ്ഞത്. മിനി തുടർന്നു. അവർ പറഞ്ഞതിൽ പകുതിയും എനിക്ക് മനസ്സിലായില്ല ഏട്ടാ. ആ ഓഫീസിൽ രാത്രി ഇരുന്ന് പോലും കഠിനാധ്വാനം ചെയ്ത ആളാണ് ഞാൻ. എന്നിട്ടിപ്പോൾ എന്നെ അവർ ആദ്യമേ പുറത്താക്കിയത്. മിനി കരച്ചിലിന്റെ ഇടയിലൂടെ പറഞ്ഞൊപ്പിച്ചു. മിനി, നീ ടെൻഷൻ ആവാതെ. നീ ഇപ്പോൾ എവിടെയാണ്? അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കിഷോർ ചോദിച്ചു. ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടേട്ടാ. ഇറങ്ങുന്നതിന് മുൻപ് എന്റെ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബാഡ്ജ് അവർക്ക് കൈമാറണം, മിനി മറുപടി പറഞ്ഞു. ശരി, ഞാൻ വന്ന് നിന്നെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാം. നീ അവിടെ വെയിറ്റ് ചെയ്യ്, കിഷോർ പറഞ്ഞു. വേണ്ട, ഞാൻ വല്ല ആട്ടോയെ വല്ലതും വിളിച്ച് വീട്ടിലേക്ക് വരാം ഏട്ടാ. ഏട്ടന്റെ ജോലി കൂടി വെറുതെ തടസ്സപ്പെടുത്തേണ്ട, മിനി മറുപടി പറഞ്ഞു. ഇവിടെ വലിയ പണിയൊന്നുമില്ലടോ, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവരാം, കിഷോർ വീണ്ടും നിർബന്ധിച്ചു. വേണ്ട കിഷോർ ഏട്ടാ, പ്ലീസ്. എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് തോന്നുന്നു. ഏട്ടൻ കൂടി ഇങ്ങ് വന്നാൽ ഞാൻ കരഞ്ഞു പോവും. ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ആ ജോലി നഷ്ടപ്പെട്ടതിൽ അവൾക്ക് അതിയായ വിഷമമുണ്ടായിരുന്നു. ഓഫീസിൽ നിന്ന് അവസാനമായി ഇറങ്ങുമ്പോൾ തന്റെ ഭർത്താവ് കൂടി തന്നെ ആ അവസ്ഥയിൽ കാണാൻ പാടില്ലെന്ന് മിനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ശരി, ഞാൻ ഇറങ്ങുമ്പോൾ ജിത്തുമോനെയും കൂട്ടിക്കൊണ്ടുവരാം. നീ വീട്ടിൽ പോയി വിശ്രമിക്കുക കേട്ടോ, തന്റെ ഭാര്യയുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് കിഷോർ പറഞ്ഞു. മിനി കുറച്ചുകൂടി സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തു. അവൾ ടോയ്ലറ്റിലെ വാഷ് ബേസിനിൽ ചെന്ന് കണ്ണുനീരെല്ലാം തുടച്ച് തന്റെ മുഖവും കഴുകി വീണ്ടും അവളുടെ ഓഫീസ് റൂമിലേക്ക് പോയി. അവിടെയെല്ലാം ഒതുക്കി നല്ല രീതിയിൽ ക്ലീൻ ആക്കി. അവളുടെ ടീമംഗങ്ങളും മറ്റുള്ളവരും അവളുടെ ഭാഗത്തേക്ക് നോക്കിയെങ്കിലും ഒരാൾ പോലും എന്തെങ്കിലും സംസാരിക്കുകയോ അവളെ സഹായിക്കാൻ വേണ്ടി അടുത്ത് ചെല്ലുകയോ ചെയ്തില്ല. മിനി അവരാരെയും മൈൻഡ് ചെയ്യാനും പോയില്ല. ക്ലീനിങ് എല്ലാം പൂർത്തിയാക്കി ഒടുവിൽ അവൾ തന്റെ കഴുത്തിൽ നിന്ന് കമ്പനി ബാഡ്ജ് അഴിച്ചു മാറ്റാൻ തുടങ്ങി. പക്ഷേ അത് അവളുടെ സാരിയുടെ തലപ്പിൽ കുടുങ്ങിയിരുന്നു. അവളത് സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിലൊന്ന് ദേഷ്യത്തിൽ പിടിച്ചു വലിച്ചു. പക്ഷെ അതോടെ സാരിത്തലപ്പ് അവളുടെ മാറിൽ നിന്നും മാറി. മിനി അത് ആദ്യം അതറിഞ്ഞില്ല. പക്ഷേ അപ്പോഴേക്കും അവളുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന ചില ടീമംഗങ്ങളുടെ കണ്ണുകൾ അതിലേക്ക് പതിഞ്ഞു.
അവളുടെ ആ ഷേപ്പും ആ വെളുത്ത നിറവും അവരുടെ കണ്ണുകളെ കുളിർമയണിയിച്ചു. ആ പുരുഷന്മാർ ഇമവെട്ടാതെ ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത് ഒരു വേളയിൽ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് മിനി തന്റെ അവസ്ഥ മനസ്സിലാക്കിയത്. വൃത്തികെട്ടവന്മാർ. മിനി മനസ്സിൽ അവരെ ശപിച്ചുകൊണ്ട് വേഗം തന്നെ ബാഡ്ജ് സാരിയിൽ നിന്ന് മോചിപ്പിച്ച് തന്റെ ശരീരം വീണ്ടും പഴയതുപോലെ കവർ ചെയ്തുകൊണ്ട് മാനേജറുടെ ക്യാബിനിലേക്ക് പോയി. മിനി തന്റെ ബാഡ്ജ് കൊടുത്തപ്പോൾ അവളുടെ മുന്നിലേക്ക് അറിയാത്ത മാതിരി നോക്കിക്കൊണ്ട് ആ മാനേജർ അവളോട് സംസാരിച്ചു. ഐ ആം സോറി മിനി, ആ ബജറ്റ് വെട്ടിക്കുറച്ചുകൊണ്ട് കമ്പനി തകരുമെന്ന അവസ്ഥയിലാ മാനേജ്മെന്റ്. ഞാൻ നേരിട്ട് റെക്കമെൻഡ് ചെയ്തതാ മിനിയെ ഇവിടെ തന്നെ തുടരാൻ. പക്ഷേ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ? മിനിക്കറിയാമല്ലോ അതൊക്കെ. ഇനി വേറെ വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. അയാൾ അവളുടെ നെഞ്ചിലേക്കും മുഖത്തേക്കും അറിയാത്ത മാതിരി മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ സാർ, എനിക്കെല്ലാം മനസ്സിലാകും. താങ്കളുടെ ഈ ഉപകാരത്തിന് നന്ദി. മിനി ഒരു ഭാവഭേദവുമില്ലാതെ മറുപടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. മിനി പിന്നെ ബാഗും എടുത്ത് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് തന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ആ വലിയ IT കമ്പനി കെട്ടിടങ്ങളിലേക്ക് ഓട്ടോയുടെ വാതിലിലൂടെ അവൾ കണ്ണോടിച്ചു. തനിക്ക് എവിടെയാണ് പിഴച്ചതെന്ന് ചിന്തിച്ചു. മിനി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ 1 വർഷമായിരുന്നു. അവളെ ഇതിനകം 2 തവണ അവർ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു. അവൾ തന്റെ ഭർത്താവ് കിഷോറിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ വേണ്ടി മാത്രമാണ് ജോലിയെക്കുറിച്ച് ചിന്തിച്ചത് പോലും. പണം ആദ്യമൊന്നും ഒരു വിഷയമല്ലായിരുന്നു. പക്ഷെ പിന്നെ തങ്ങളുടെ മകൻ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ അതും ഒരു പ്രശ്നമായി മാറുകയായിരുന്നു. കിഷോർ മാന്യമായ ശമ്പളമുള്ള ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. പക്ഷേ അവർ താമസിക്കുന്ന നഗരജീവിതവുമായി പൊരുത്തപ്പെടാൻ അത് പര്യാപ്തമായിരുന്നില്ല. ജിത്തുമോന്റെ സ്കൂളിന്റെ ചെലവുകൾ കൂടി ചേർന്നപ്പോൾ സ്ഥിതി കൂടുതൽ വഷളാക്കിയതേയുള്ളൂ. അവൻ ആ നഗരത്തിലെ വളരെ നല്ലൊരു സ്കൂളിലാണ് അഡ്മിഷൻ തന്നെ തരപ്പെട്ടത്. മിനി നഗരജീവിതം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾ കണ്ണൂരിലെ ഒരു ചെറിയ പട്ടണത്തിൽ ജനിച്ചു വളർന്നതാണ്. കിഷോറിനെ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രമാണ് അവൾ ആദ്യമായി നഗരത്തിലേക്ക് മാറിയത്. സാമ്പത്തിക പ്രശ്നങ്ങളുടെ ആദ്യ വർഷത്തിന് ശേഷം മിനി ജോലി ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. കിഷോറും അവളെ പിന്തുണച്ചു. അതിനായി കമ്പ്യൂട്ടർ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ പണമൊക്കെ അവൻ നൽകി. അവളുടെ ആഗ്രഹങ്ങൾ തന്നാൽ കഴിയുന്നത് പോലെ നിറവേറ്റുന്ന ഒരു ഉത്തമ ഭർത്താവ് തന്നെയായിരുന്നു കിഷോർ. മിനി അവളുടെ ചിന്തകൾക്കിടയിൽ ഓട്ടോ തന്റെ വീട്ടുമുറ്റത്തെത്തിയതറിഞ്ഞു. ഓട്ടോ ചാർജ് കൊടുത്ത് ഓട്ടോയിൽ നിന്നിറങ്ങവേ ആ ഓട്ടോക്കാരനും തന്റെ ശരീരത്തിലേക്ക് ചൂഴ്ന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൾ കണ്ടെങ്കിലും അപ്പോൾ അതിനൊന്നും പ്രതികരിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അവൾ. അയാൾ പിന്നെ അയാളുടെ പാടും നോക്കിപ്പോയി. വീട്ടിൽ കയറി വാതിലടച്ച ശേഷം ഒറ്റയ്ക്കായ മിനി അവിടെ ടൈൽസ് ഇട്ട് മനോഹരമാക്കിയ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ആരും തന്റെ കരച്ചിൽ കേൾക്കാനില്ലെന്ന സമാധാനം മാത്രമായിരുന്നു അവൾക്ക്. ഒന്ന് നോർമലാകാൻ മിനിക്ക് ഒരുപാട് സമയമെടുത്തു. ഒടുവിൽ അവൾ കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. അവളുടെ മുറിയിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഒരു നൈറ്റി എടുത്തണിഞ്ഞു. പിന്നെ അവൾ വീടിന്റെ മാറാലയെല്ലാം വൃത്തിയാക്കി അലക്കാനുള്ള തുണികളെല്ലാം കഴുകി ഉണക്കാനിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ജിത്തുമോന്റെ വിളി. വാതിലും തുറന്നുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. മിനിക്ക് തന്റെ മോനെ കണ്ടപ്പോൾ ഉള്ളിലെ സങ്കടമെല്ലാം മറന്നുപോയി. മോൻ ഓടി വന്ന് സോഫയിലിരുന്ന അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. ആ ജിത്തുക്കുട്ട, അമ്മയുടെ മോർണിംഗ് എത്തിയോ? 7 വയസ്സുള്ള തന്റെ മകനോടൊരു പുഞ്ചിരി സമ്മാനിച്ച് മിനി ചോദിച്ചു. അച്ഛനെ അമ്മ എന്നെ ഇന്ന് വിളിച്ചുകൊണ്ട് വന്നത്. സ്കൂൾ ബസ്സിനോട് പൊയ്ക്കോളാൻ പറഞ്ഞു, ജിത്തുമോൻ പറഞ്ഞു. അവന്റെ പുറകെ വരുന്ന കിഷോറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. കിഷോർ അകത്തേക്ക് കയറിയെങ്കിലും അവന്റെ മുഖത്തും അത്ര തെളിച്ചമില്ലായിരുന്നു. ഹാളിൽ വന്ന് സോഫയിലിരുന്ന് അവൻ തന്റെ പ്രിയപത്നിയെ കെട്ടിപ്പിടിച്ചു. മിനിയും അവനെ തിരികെ പുണർന്നു. അവളുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ജിത്തുമോൻ അവിടെ ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരെയും അന്തം വിട്ട് മാറി മാറി നോക്കിക്കൊണ്ട് മിണ്ടാതെ മാറി നിന്നു. കുറച്ചു മിനിറ്റ് അങ്ങനെ തുടർന്നു. ശേഷം, ഇത് പോട്ടെ മിനി, ഇവിടെ വേറെ കമ്പനിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഇതിലും മികച്ച നല്ലൊരു കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവളുടെ മുഖം കൈകളിലെടുത്ത് ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കിഷോർ പറഞ്ഞു. ആനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒന്ന് മൂളി. വിഷമിക്കാതെ മിനി, നിനക്കതിന് കഴിയും, ഞാനല്ലേ പറയുന്നത്. കിഷോർ പുഞ്ചിരിച്ചുകൊണ്ട് ഉറപ്പു നൽകി. അവളും പിന്നെ നോർമലായി ഒന്ന് പുഞ്ചിരിച്ചു. കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ജിത്തുമോൻ അവരെ നോക്കി ചിരിച്ചു. ശരി ശരി, ഞാൻ ട്രൈ ചെയ്യാം. ഏട്ടൻ പോയി ഫ്രഷ് ആവും. ആകെ മുഷിഞ്ഞിരിക്കുക, നാറിയിട്ട് വയ്യ.
മിനി ചിരിച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റിയിട്ട് പറഞ്ഞു. ജിത്തുവും കിഷോറും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അവൾ നിർദ്ദേശിച്ച പോലെ കിഷോർ ജിത്തുവിനെയും കൂട്ടി രണ്ടുപേരും ഫ്രഷ് ആവാൻ പോയി. അതിനുശേഷം ജിത്തുമോൻ വന്ന് TV ഓൺ ചെയ്ത് അവന്റെ ഇഷ്ടപ്പെട്ട കൊച്ചു TV കാണാൻ തുടങ്ങി. മിനി തന്റെ ഓഫീസും അവിടുത്തെ കാര്യങ്ങളും മറക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും അടുക്കള ജോലിയിൽ മുഴുകി. കിഷോർ അവന്റെ ബാങ്കിലെ കണക്കുകളിലേക്കും. ഡിന്നർ കഴിക്കാനുള്ള സമയമായി. മിനി അടുക്കളയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ദാ എത്തിപ്പോയി അമ്മേ. കിഷോറും ജിത്തുമോനും കൂടി മിനി ഉണ്ടാക്കിയ രുചികരമായ അത്താഴം കഴിക്കാൻ ഓടിയെത്തി. അങ്ങനെ അവർ 3 പേരും കൂടി TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം മിനി പാത്രമെല്ലാം കഴുകി വൃത്തിയാക്കിയപ്പോൾ ജിത്തുമോൻ ശാന്തനായി അവന്റെ അച്ഛന്റെ മടിയിലിരുന്ന് ഉറക്കത്തിനുള്ള ആരംഭമായി. നല്ലപോലെ ഉറങ്ങിയപ്പോൾ മിനി മോനെ എടുത്ത് അവരുടെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി. ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് അവന്റെ നെറുകയിൽ ചുംബിച്ചു. ശേഷം മിനി വീണ്ടും ഹാളിലേക്ക് വന്നു. ആ, നീ ഓക്കെ ആയോ മിനി? അവൾ തന്നെ ഫേസ് ചെയ്യാതെ ഹാളിലെ മേശയുടെ അടുത്തേക്ക് നടക്കുന്നത് കണ്ട കിഷോർ ചോദിച്ചു. ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കിഷോറേട്ടാ. മേശയിലിരുന്ന് എച്ചിലൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് മിനി മറുപടി പറഞ്ഞു. രാവിലത്തെ കാര്യത്തെക്കുറിച്ച് അധികമൊന്നും പറയാനില്ലായിരുന്നു അവൾക്ക്. അതേക്കുറിച്ച് ഇനി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. മിനി, നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സാരമില്ല, പോട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമടോ, കിഷോർ പറഞ്ഞു. ഒന്ന് ആലോചിച്ച ശേഷം മിനി പറഞ്ഞു. എനിക്ക് ഇനിയും ജോലി ചെയ്യണം. മിനി പതിയാണ് അത് പറഞ്ഞത്. എന്താ മിനി, നീ എന്തെങ്കിലും പറഞ്ഞോ? മിനി അവന്റെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, കിഷോറേട്ടാ, നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരാളുടെ ജോലി കൊണ്ടൊന്നും മാത്രം കഴിയില്ല ഇന്നത്തെ കാലത്ത്. ജിത്തുമോനും ഇനി വളർന്നു വരുക. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇനിയും ജോലിക്ക് പോകണമെന്ന്. കിഷോർ അവളെ തെല്ലൊരാശ്ചര്യത്തോടെ നോക്കിയിരുന്നു. ഞാൻ വേറെ നല്ലൊരു കമ്പനിയിൽ ജോലി കണ്ടെത്തും. കൂടുതൽ കഠിനാധ്വാനവും ചെയ്യും. മിനി ദൃഢനിശ്ചയത്തോടെ അവളുടെ കണ്ണിൽ നിന്നും കിനിഞ്ഞിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീർ മറച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ നോക്കി ഒരു ചെറു പുഞ്ചിരി തൂകിയിട്ട് പറഞ്ഞു. അത് കേട്ടതും കിഷോറിനും സന്തോഷമായി. അവളുടെ എല്ലാ കാര്യങ്ങളിലും കിഷോർ അവളുടെ ചോയ്സിന് മാത്രമേ ആദ്യം പരിഗണിക്കാറുള്ളൂ. ഈ തീരുമാനം അവൾ നല്ലപോലെ ആലോചിച്ചെടുത്തതാണെന്ന് അവന് മനസ്സിലായി. അവനും തന്റെ പ്രിയ പത്നിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഗൗരവക്കാരി മിനിക്കുട്ടി. റോഷൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ സാരിയിൽ പിടിച്ചൊന്ന് വലിച്ചു. അവളെ തന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. അവളും ചിരിച്ചുകൊണ്ട് അവനോടൊപ്പം സോഫയിലേക്ക് ഇരുന്നു. അതുവരെയുള്ള വിഷമം മുഴുവൻ അതോടെ അലിഞ്ഞു തീരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. മിനി ഒന്നുകൂടി അവന്റെ കവിളിൽ ചുംബിച്ചുകൊണ്ട്, നമുക്ക് ഉറങ്ങണ്ടേ? എനിക്ക് അല്പം കൂടി പണിയുണ്ട്. നാളത്തേക്കുള്ള റിപ്പോർട്ട് കൊടുക്കണം. നീ ചെന്ന് കിടന്നു. ഞാനിത് വേഗം തീർന്നിട്ട് ഉടനെ എത്തിയേക്കാം. കിഷോർ അവളുടെ സാരിയുടെ ഞൊറി നേരെ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു. മിനിക്ക് അല്പനേരം കൂടി അവന്റെ കൂടെ ഇരുന്ന് ആ കരലാളനകൾ ഏറ്റുവാങ്ങണമെന്നുണ്ടായിരുന്നു. എങ്കിലും അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ പിന്നെ എഴുന്നേറ്റ് എല്ലാം വൃത്തിയാക്കിയ ശേഷം തങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് പോയി. എന്നിട്ട് അവൾ താൻ രാവിലെ മുതൽ ഉടുത്തിരുന്ന ആ സാരി മാറ്റുവാൻ തുടങ്ങി. അത് അഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് എന്തുകൊണ്ടോ രാവിലെ തന്റെ ഓഫീസിൽ നടന്ന സംഭവം ഓർമ്മ വന്നു. ഒരല്പം ജാള്യതയോടെ അവൾ സാരിയുടെ മുന്താണി കയ്യിൽ പിടിച്ചു. അത് അവളുടെ മാറത്തു നിന്നും മാറ്റി. ആ സമയം കിഷോറും അങ്ങോട്ടേക്ക് എത്തി. പിന്നെ അവർ പതിവ് കലാപരിപാടിയിലേക്ക് കടന്നു. രാവിലെ ഉണ്ടായ ദുരനുഭവങ്ങളെല്ലാം മറന്ന് അവൾ അവനോടൊപ്പം ഒന്നു ചേർന്നു. എല്ലാം മറന്ന് അവർ ഒന്നായി. പുതിയൊരു നാളെ സ്വപ്നം കണ്ട് അവർ ഉറക്കത്തിലേക്ക് വീണു.